വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5 o'clock ആയിട്ടുണ്ട്. നമ്മൾ ഗോവയിലേക്കുള്ള ഫ്ലൈറ്റിലാണ്. എൻ്റെ കൂടെ ഗോപു ഉണ്ട്, ആര്യൻകുട്ടനുണ്ട്, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അങ്ങനെ 1 hour 15 minutes ശേഷം നമ്മൾ ഗോവ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഗോപുദേ ഇവിടെ ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ട്. എയർപോർട്ട് ടാക്സിയാണ് നമ്മൾ എടുത്തത്. ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ടാക്സി കയറാൻ പോകുമ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ടാക്സിന്റെ ടയറൊക്കെ പഞ്ചറായി കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോപു അകത്തേക്ക് പോയിട്ടുണ്ട്. മീൻവൈൽ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരമായിട്ട് പോസ്റ്റാണ്. ഇത് ആര്യൻകുട്ടൻ്റെ അപ്പുച്ചേട്ടനുണ്ട്, അയ്യോ അനു ആൻറ്റി ഉണ്ട്. എങ്ങോട്ടാ തിരിച്ചു കയറി. ഒരാൾ കിട്ടിയതൊക്കെ റോഡിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. പിള്ളേരുടെ 2 ആളുടെ ക്ഷമ നശിച്ചു ആക്ച്വലി. കാരണം നമ്മൾ കുറച്ച് നേരമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത ടാക്സിയുടെ ടയർ പഞ്ചറായെന്ന് പറഞ്ഞില്ലേ, അവരാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഒന്നും തരുന്നില്ല. ഗോപു എഗെയിൻ എയർപോർട്ടിന്റെ അകത്ത് ടാക്സി കൗണ്ടറിലേക്ക് പോയിട്ടുണ്ട് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിള്ളേരാണെങ്കിൽ നല്ല വിശപ്പോടെ നിൽക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ കട്ട പോസ്റ്റാക്കി. സെക്കൻഡ് ടൈം ബുക്ക് ചെയ്ത വണ്ടി എത്തി. ലെറ്റ്സ് ഗോ. വൺ അവർ ഡ്രൈവിന് ശേഷം നമ്മൾ റിസോർട്ട് എത്തിയ ഉടനെ ചെക്ക് ഇൻ ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല മഴയുള്ള സമയമായിരുന്നു കേട്ടോ. റിസോർട്ടിന്റെ ബാക്ക് സൈഡിൽ നോക്കിയപ്പോൾ നല്ല ഒരു ബീച്ച്. പിള്ളേർ അപ്പം തന്നെ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ റൂം. വലിയ സംഭവം എന്നല്ല, ഒരു സാധാരണ റൂമാണ്. പക്ഷെ എനിക്ക് കളർ കോംബോ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ആൻഡ് പുറത്ത് നമുക്ക് ഇതൊരു ഗാർഡൻ ഏരിയ ഉണ്ട്, ഇതുപോലെ ചെയേഴ്സ് ഒക്കെ വെച്ചിട്ട് ഈവനിങ് നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് ചില്ല് ചെയ്യാം. നല്ലൊരു സ്ഥലം കേട്ടോ. സോ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് വലിയ പ്ലാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ എന്നാലും കുറച്ച് ബീച്ച് വെയറും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിള്ളേർക്ക് കളിക്കേണ്ട ടോയ്സ് ഒക്കെ എടുത്തിട്ട് നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. ബാക്കി എല്ലാം മോളിൽ പോയി കാണിക്കാം. ആൻഡ് ഇതാണ് എൻ്റെ ഡേ 1 ഔട്ട്ഫിറ്റ്. ഈ ഒരു ഡെനിം ഷോർട്സ് ആൻഡ് ഗോപു ബാങ്കോക്കിൽ നിന്ന് ഷോപ്പ് ചെയ്തുകൊണ്ട് വന്ന ഈ ഒരു ടോപ്പ് അടിപൊളിയല്ലേ. അങ്ങനെ സൺഗ്ലാസും സൺസ്ക്രീനും ഒക്കെ ഇട്ട് ഞങ്ങൾ പിള്ളേരെയും കൂട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മഴയിൽ നനഞ്ഞു കുതിർന്ന ഗോവൻ റോഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ മോർജം ബീച്ചിലേക്കാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ആദ്യമായിട്ടാണ് ആര്യൻകുട്ടൻ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാണ്ട് ഇത്ര സ്വതന്ത്രനായിട്ടൊരു കാറിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യൽ സ്നേഹം അവൻ അപ്പയോട് എന്തായാലും ഉണ്ട്. ഇത് നോക്കിക്കേ. കളിക്കാൻ പോവാണോ ബീച്ചില്? എന്റെ അമ്പോ, എന്താ ബീച്ച്? കുഴിയുള്ള ബീച്ചോ? എന്താ കുഴിയുള്ള ബീച്ച്? കിട്ടിയോ? ഓ ഇവിടെ ഇരുന്ന് ഷെല്ല് പെറുക്കുക, വെള്ളത്തിൽ കളിക്കുക. കുറേ നേരമായിട്ട് ഇവരിവിടെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ വന്നിരിക്കുന്ന നല്ല സമയത്താണ്. രാവിലെ ഇത്തിരി മഴ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ മഴയൊക്കെ നിന്നു. മാത്രല്ല വലിയ ചൂടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സാധാരണ ബീച്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ലോണം ഇങ്ങനെ ഒരു ചൂടൊക്കെ ഉണ്ടാവില്ലേ, പക്ഷെ ഇവിടെ ഇപ്പോൾ ചൂടൊന്നുമില്ല. അതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ആര്യൻകുട്ടനെ നോക്കിക്കേ, ആള് ഭയങ്കര ഹാപ്പിയാണ്. കുറേ നേരമൊക്കെ വെള്ളത്തിൽ ചാടി കളിച്ചു, ഇവിടെയൊക്കെ ഓടി കളിച്ചു, ഇടയ്ക്ക് അവിടെ പോയിരുന്ന് പൂഴി വാരുന്നുണ്ട്. അവനിങ്ങനെ ബീച്ചിരുന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. ഗൈസ്, ഹൗ ഇസ് ഗോവ? Chilling.
സത്യം പറഞ്ഞാൽ കണ്ടിട്ട് സന്തോഷമുണ്ട്. പിള്ളേര് ഭയങ്കര ചില്ല് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട്. ഇനി ഇതിനെ എടുത്തുകൊണ്ട് പോയിട്ട് കാറ് കയറ്റി റൂമൊക്കെ കൊണ്ടുപോയി കുളിപ്പിക്കുന്ന പണി അരുങ്കോപനാണ്. What are you doing? Enjoy ചെയ്യണോ? Okay, next plan എന്താ? Next plan we will have lunch. Then after that we will go our room. Freshen up ആവും. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഈവനിങ് സൺസെറ്റ് ആകുമ്പോഴത്തേക്ക് we will go Baga beach. Okay. Baga beach ന്ന് ഡിന്നർ. Okay. Dinner with the chilling vibe. Dinner with chilling. Yes. ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ടൊമാറ്റോസ് പേരുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല ആംബിയൻസ് ആണ്, കംപ്ലീറ്റ് ഒരു ബോഹോ വൈബ്. ഗോവ എത്തിയപ്പോൾ തൊട്ട് ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഫേവറേറ്റ് ഡിഷ് എന്തായാലും ട്രൈ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ട് അത് ഓർഡർ ചെയ്തു. അതിൻ്റെ പേരാണ് സ്പാഗറ്റി ആലിയോ എ ഓലിയോ. പേര് കേട്ടിട്ട് ആരും ചിരിക്കാൻ നിൽക്കണ്ട, അത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണ്. ഞാൻ നോക്കി പഠിച്ചിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. പക്ഷേ ഗൈസ് ഭയങ്കര അടിപൊളി ഒരു സ്പാഗറ്റി പാസ്തയാണത്, ഇറ്റാലിയൻ പാസ്ത. പിന്നെ ഞങ്ങൾ സുഷി ട്രൈ ചെയ്തു. ആക്ച്വലി ഞാനൊരു സുഷി ഫാനാണ്, പക്ഷേ എനിക്ക് അവിടുത്തെ സുഷി തീരെ ഇഷ്ടമായില്ല. പിന്നെ പിള്ളേർക്ക് വൈറ്റ് സോസ് പാസ്ത പറഞ്ഞു, ഗ്രിൽഡ് ഫിഷ് പറഞ്ഞു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് കയറിയിരിക്കുകയാണ്. ആര്യൻകുട്ടൻ എന്താ എടുക്കുന്നേ? എന്താ നോക്കുന്നേ? ഈ ഒരു ടോപ്പ് ഞാൻ വാങ്ങിച്ചു, ഒരു വൈറ്റ് എടുത്തു. ഹലോ, ഹായ്. അപ്പോൾ സമയം ഇവിടെ രാത്രിയായി, ഡിന്നർ ടൈമായി. നമ്മൾ ആക്ച്വലി ബീച്ചൊക്കെ പോയി വന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഇവിടെ എത്തി ഒരു കുളിയൊക്കെ കുളിപ്പിച്ച് പിള്ളേരെയൊക്കെ കുളിപ്പിച്ച്. കാരണം അവർ ആ ബീച്ചിലെ വെള്ളത്തിൽ എൻ്റെ അമ്മോ കിടന്ന് മുങ്ങി കളിക്കി അലമ്പായിരുന്നു. കുളിപ്പിക്കാണ്ട് രക്ഷയൊന്നുമില്ല. അപ്പോൾ കുളിച്ച് നമ്മളും ഒന്ന് ഒരു നല്ല നാപ്പ് എടുത്തു. എന്നിട്ട് അപ്പോഴത്തേക്ക് സമയം ഇവിടെ ഉണ്ടല്ലോ സൺസെറ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു 6 o'clock 6:30 നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, നമ്മളുടെ റിസോർട്ടിന് പ്രൈവറ്റ് ബീച്ച് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് നോക്കിയാൽ നമുക്ക് ആ സൺസെറ്റ് ഇങ്ങനെ എൻജോയ് ചെയ്യാം. നമ്മളിവിടെ ഇരുന്നിട്ട് സൺസെറ്റ് കണ്ട് നല്ല കോഫി കുടിച്ചു, കുറച്ച് നേരം ബീച്ചിൽ കൂടെ നടന്നു. അങ്ങനെ നമ്മൾ ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരത്തെ ഇപ്പോൾ റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. ഇനി നമ്മളുണ്ടല്ലോ ഒരു ഡിന്നർ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും നല്ല ഒരു റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് ഡിന്നർ കഴിച്ചിട്ട് ഇന്നത്തെ ഡേ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളുടെ കൂടെ ഈ ഒരു ട്രിപ്പിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അനു നിതിനും ഉണ്ട്. അപ്പം നിതിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഈ പ്ലേസിലാണ് ഗൈസ് നമ്മൾ ഡിന്നറിന് വന്നിരിക്കുന്നത്. വാവ് ഗൈസ്, നമ്മൾ ഡിന്നറിന് എത്തിയ സ്ഥലത്ത് അതെ വാഷ്റൂമിന്റെ സൈഡിൽ കണ്ട ഒരു ഫ്രെയിമാണ് കേട്ടോ ഇത്. എന്തൊരു ഭംഗിയാണ് നോക്ക്, ഭയങ്കര ഒരു ബോഹോ വൈബ്. സി ഈ വർക്കൊക്കെ കണ്ടോ നിങ്ങൾ? ഗോവുന്റെ ഔട്ട്ഫിറ്റ് കണ്ടോ? ഗോവ സ്പെഷ്യൽ. വാവ്, പൊളി. യു ആർ ദ പൊളി. ഡിന്നർ ഇഷ്ടായോ? ഗുഡ് ആയിരുന്നോ? വാവ്, ഗുഡ് പ്ലേസ് ആണോ?
എന്നാ പോയാലോ? മോർജിമിൽ വരുന്നുണ്ടെങ്കിൽ സാസിൽ കയറി ഫുഡ് കഴിച്ചോ, ഒരു രക്ഷയില്ല. നല്ല ഡിന്നർ പ്ലേസ് ആണ്. എല്ലാം നമ്മൾ വാങ്ങിയ ഓരോ സാധനവും ടേസ്റ്റ് ചെയ്യായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. അപ്പം ദ ബെസ്റ്റ് സോഫാർ. ഇനി നേരെ റൂമിൽ ചെല്ലുന്നു, ഡ്രസ്സൊക്കെ മാറുന്നു, നമ്മള് ഫ്രഷ് ആവുന്നു, കിടന്ന് ഉറങ്ങുന്നു. ഇതാണ് നമ്മൾ ഇന്നത്തെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ദേ ഈ ഒരു നല്ല ഭംഗിയുള്ള ഇവിടുന്ന് സാസ് ഓൺ ദ ബീച്ച്. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നൈറ്റ് ബൈ ബൈ. നാളെ മോർണിംഗ് കാണാം നമുക്ക്. ബൈ. ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഡേ 2 ഇൻ ഗോവ. ഇപ്പോൾ സമയം 11:45. രാവിലെ എണീറ്റു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് പോവാണ്. കുറച്ച് മഞ്ഞ് കാണാൻ. എന്താ അവസ്ഥ എന്നറിയില്ല. പിള്ളേരെ ഹാപ്പി ആയിരിക്കും വിചാരിക്കും. ഇന്നലെ പിള്ളേർ പൊളിച്ചു. അപ്പോൾ ഇന്നും ആദ്യം കുറച്ച് അവർക്ക് ടൈം കൊടുക്കാം, എന്നിട്ട് നല്ലൊരു ലഞ്ച്, അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ട്. നമ്മൾ ഇന്ന് വേറെ പ്രത്യേകത, എല്ലാവരും ട്വിന്നിങ് ആണ്. എല്ലാവരും ട്വിന്നിങ് ആണ്. കണ്ടോ, ഇതിനും ട്വിന്നിങ് ആണ്. ഞാനും എന്നെ കാണുന്നുണ്ടോ? ഗോവയിൽ ചെയ്തില്ലേ പിന്നെ നമ്മൾ എവിടെ ചെയ്യും? പുറത്തേക്ക് പോവാണ്. അപ്പൊ പിള്ളേരുടെ എന്റർടൈൻമെന്റ് ആണ് നമ്മുടെ ഫസ്റ്റ് മോട്ടോ. ആര്യൻകുട്ടന്റെ കണ്ണട കാണിക്കൂ, വെക്കൂ. യോ ഗായ്സ്, എന്റെ അമ്മ 2 ഹാൻഡ്സം ചുള്ളൻ ചെക്കൻസ് ഓൺ ദി ബെഡ്. ഒന്ന് ബെഡിൽ നിന്ന് ഇറങ്ങിക്കോ രണ്ടും. ആര്യൻകുട്ട യോ പറ. യോയോ അല്ലേ? പിന്നെ നീ എന്താ? ആദ്യം തന്നെ നമ്മൾ സ്നോ പാർക്ക് ഗോവയിൽ വെച്ച് തുടങ്ങുകയാണ്. അതിനകത്ത് നിറയെ സ്നോ ആണ്, നമുക്ക് സ്നോയിൽ കളിക്കാം. അപ്പോൾ ഇന്നലെ പിള്ളേർ ബീച്ചിലൊക്കെ ഇറങ്ങി ചൂടത്ത് കളിച്ചതല്ലേ, അപ്പോൾ ഇന്നിപ്പോൾ ഇത്തിരി മഞ്ഞൊക്കെ വാരി കളിക്കട്ടെ, വെറൈറ്റി ആയിട്ട്. അതാണ് നമ്മുടെ പ്ലാൻ. ടിക്കറ്റ് എടുക്കണം ഇവിടെ നിന്നിട്ട്, എന്നിട്ട് നമുക്ക് അകത്ത് കയറാം. ഇതാണ് അതിന്റെ എൻട്രൻസ്. അകത്ത് കയറിയിട്ട് കയ്യിലുള്ള ബാഗൊക്കെ ഇവിടെയുള്ള കൗണ്ടറിൽ ഏൽപ്പിക്കണം. പിന്നെ അവിടെ സ്നോയിലിടാനുള്ള ഗിയേഴ്സ് ഒക്കെ അവർ നമുക്ക് തരും. അതായത് മഞ്ഞിലിടാനുള്ള സോക്സ്, ഷൂസ്, ജാക്കറ്റ്സ്, പിന്നെ ക്യാപ്സ് എല്ലാം തരും. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. ഞങ്ങൾ നോക്കിക്കേ, പുറത്ത് ഗോവ തന്നെയാണെന്ന് നമ്മൾ ഒരു നിമിഷം മറന്നു പോകും. കാരണം ദേ സമ്മർ വൈബിൽ നിന്ന് നേരെ അകത്ത് വിന്റർ വൈബ് കംപ്ലീറ്റ്. ഇപ്പം തന്നെ ഇതിനകത്ത് നല്ല തണുപ്പാണ്. അപ്പം അകത്ത് കയറിയാൽ പിന്നെ പറയണ്ട. അപ്പം എന്തായാലും ശരി, നമുക്കൊന്ന് കയറി നോക്കാം എന്താ സംഭവം എന്ന്. ഈ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോകുമ്പോൾ തന്നെ അകത്ത് ഭയങ്കര ലൗഡായിട്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്ന ശബ്ദം കേൾക്കാം കേട്ടോ. ഇതാണ് ഇതിനകത്തുള്ള ഒരു വൈബ്. നല്ല ലൗഡായിട്ട് ഹിന്ദി സോങ്സ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ആ സോങ്സ് അധികം നേരം ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് യൂട്യൂബ് കോപ്പിറൈറ്റ് തരും. താഴെ നിങ്ങൾ ഈ വൈറ്റ് കളറിൽ കണ്ടതൊക്കെ സ്നോ ആണ് കേട്ടോ. നമുക്ക് സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് താഴേക്ക് പോവാം. We've been driving around, singing songs way too loud because we wanna. Picking up all our friends, fill up the car till it bends because we wanna. Yeah, we just wanna have fun. The trunk's full of wine. We're gonna stay up, have the time of our lives. The night is young, don't need anybody else. We came to party all night long, and we don't need no chaperone. We don't need nobody's attention, yeah, we just want. സ്നോയിൽ കുറച്ചു നേരം പ്ലേ ചെയ്ത ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴത്തേക്ക് ആര്യൻകുട്ടന് നന്നായിട്ട് വിശന്നു. അപ്പോൾ അവൻ നല്ല വാം ആയിട്ട് കുറച്ച് പാല് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ടീ കോഫിയൊക്കെ കിട്ടും ചെറിയ രീതിയിൽ. അപ്പം ഞങ്ങൾ വാം മിൽക്ക് ഓർഡർ ചെയ്തിട്ട് അവനിങ്ങനെ ഊതി കൊടുക്കുകയാണ്. ഇതൊരു കുഞ്ഞു ഓർമ്മ പുതുക്കലും കൂടിയാണ് ആര്യൻകുട്ടന്. കാരണം 2 വയസ്സുണ്ടാകുമ്പോൾ ഞങ്ങൾ അവനെയും കൊണ്ട് പണ്ട് മനാലി ട്രിപ്പ് പോയതാ. അവിടെ നിന്ന് സൊളാങ് വാലി മഞ്ഞുമലകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ നല്ല വാം മിൽക്കും മാഗിയൊക്കെ ചൂടായിട്ട് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് വിശന്നപ്പോൾ നമ്മൾ അവനെ ചൂട് പാല് കൊടുത്തതാ. അപ്പോൾ ആ ഓർമ്മയിലാണോ എന്നറിയില്ല. ഇവിടുന്ന് പുറത്തിറങ്ങി
ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ ഇതേ എത്തിയിരിക്കുന്നത് ബ്രിട്ടോസ് എന്നുള്ള ഈ ഒരു ബീച്ച് റെസ്റ്റോറൻറ്റിലാണ്. ബാഗ ബീച്ചാണ് കേട്ടോ ഇത്. ഉച്ച സമയത്ത് ഇവിടെ നല്ല റഷായിരുന്നു. നമ്മൾ ഗോവൻ താലി മീൽസ് കഴിക്കാനായിരുന്നു വന്നത്, പക്ഷെ അത് കിട്ടിയില്ല. പകരം നമ്മൾ ഫിഷ് കറി മീൽസ് ഓർഡർ ചെയ്തു. ഇവിടുന്ന് പുറത്ത് ബീച്ചിലേക്ക് നോക്കിയപ്പോൾ നല്ല വെയിൽ. അപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് വെയിൽ ഇത്തിരി ഒന്ന് താന്നിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കുറച്ചു നേരം അവിടെ ചുമ്മാ ഇരുന്നപ്പം ബാഗിൽ സൺസ്ക്രീൻ ഇരിക്കുന്ന കാര്യം ഞാൻ ഓർത്തു. വെയിലത്തേക്കാണ് നമ്മൾ ഇനിയും ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ സൺസ്ക്രീൻ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഇത് SPF 50 ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് സൺസ്ക്രീൻ ഇടാം. ഇനി ചെറിയൊരു ലിപ്സ്റ്റിക് ടച്ചപ്പ്, പിന്നെ എൻ്റെ ലിപ് ഗ്ലോസ്. ഡൺ. ആര്യൻകുട്ടന് എന്താ ഉണ്ടാക്കുന്നേ? ബിൽഡിങ്ങോ? ഓക്കേ. ഓ, അതുപോലത്തതാണോ? ഓക്കേ. എവിടെ? ഗോവയിൽ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ടൈമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ബാഗ ബീച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന്. എന്താണെന്നറിയില്ല, ഇവിടുത്തെ സൺസെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നല്ല ക്ലീൻ ആണ്. ഫാമിലിക്കൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പിന്നെ ടോട്ടലി നല്ല അടിപൊളി വൈബായിരുന്നു. ബാഗ ബീച്ചിൽ നിന്ന് നമ്മൾ തിരിച്ച് കാറ് കയറി. 6 മണിയാവാൻ പോകുന്നു. അവിടെ സൺസെറ്റ് കാണാൻ നിന്നില്ല, കാരണം നമുക്ക് വേറൊരു സ്ഥലം കൂടി ഒന്ന് കവർ ചെയ്തിട്ട് തിരിച്ച് റിസോർട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ അഞ്ജൂനയിലേക്ക് ഡ്രൈവ് ചെയ്യാണ് ബാഗേന്ന്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രൈവാണ്. ബിക്കോസ് ഈ ഒരു സൺസെറ്റിൻ്റെ ഒരു സമയം, പിന്നെ ഈ അടുത്തടുത്തുള്ള കഫേസിലൊക്കെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഓണായി ഒരു വോം ലൈറ്റ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. എന്തായാലും രസമുള്ളൊരു ഡ്രൈവാണ് ഗൈസ്. അപ്പം പോകുന്നത് ഫ്രൈഡേ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവും അഞ്ജൂനയില്. അപ്പം എത്ര തിരക്കുണ്ടാവും ഒന്നും ഒരു ഐഡിയ ഇല്ല. കുറേ കാലം മുന്നേ ഞാനും ഗോപുവുമായിട്ട് ഗോവയിൽ വന്നപ്പോൾ നമ്മളൊരു ഫ്ലീ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊരു ഫ്രൈഡേ മാർക്കറ്റ് തന്നെയായിരുന്നു. അഞ്ജൂന ഫ്ലീ മാർക്കറ്റ് തന്നെയാണോ? അതാണെങ്കിൽ അന്ന് അവിടെ എന്തൊക്കെയോ ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര മ്യൂസിക്കും ഫുഡും ഒക്കെ ആയിട്ട് ഭയങ്കര വൈബായിരുന്നു. അപ്പൊ നമ്മൾ ഇവരോട് അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാണ് ഗൈസ്. എനിക്ക് അറിയില്ല അവിടെ. അതെ, ഓഫ് സീസണിൽ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അപ്പൊ തിരിച്ചു പോകും. അഞ്ജൂന മാർക്കറ്റ് ഏകദേശം എത്താറായപ്പോൾ റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് കാണാൻ തുടങ്ങി. എൻ്റെ അമ്മ എന്തൊരു വൈബാന്ന് പറയും. മൊത്തത്തിലൊരു ബാലി വൈബ്. അവിടെ തൂക്കിയിട്ട മാക്രമീസും ബോൾ ഹാങ്ങിങ്സും എല്ലാം കൂടെ എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ലൈറ്റിങ് പറയണ്ട. സോ ഞങ്ങൾ വിചാരിച്ചു കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ബാക്കി ഇത് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ ഒരുമിച്ച് നടക്കാമെന്ന്. അങ്ങനെ അഞ്ജൂന മാർക്കറ്റിലേക്ക് നടക്കുന്ന വഴി വളരെ വിഷമത്തോടെ ഞങ്ങൾ ആ കാര്യം പറഞ്ഞു. ഇന്ന് അഞ്ജൂന മാർക്കറ്റ് ഓപ്പൺ അല്ല, അത് എല്ലാ വെനസ്ഡേയ്സും മാത്രമേ തുറക്കുള്ളൂ. ഇന്ന് ഫ്രൈഡേ ആണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ് ഞാൻ, പക്ഷെ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഈ വന്നത് വെറുതെ ആയില്ല. ഇവിടുത്തെ സ്ട്രീറ്റ് ഷോപ്പിംഗ് നല്ല വേർത്തായിരുന്നു. ഇവിടുന്ന് ഞാനൊരു നല്ല ബ്ലാക്ക് ടോപ്പ് വാങ്ങിച്ചു നാളെ ഇടാൻ വേണ്ടിയിട്ട്. നാളെ എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങൾക്കും പ്രൈസ് നല്ല കുറവുണ്ട്. ബിക്കോസ് ഇത് ഓഫ് സീസൺ ആണ്, ടൂറിസ്റ്റുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം പ്രൈസ് കുറച്ചിട്ട് നമ്മൾക്ക് സാധനങ്ങൾ തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് 12 o'clock കുക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്, October 19th. അപ്പം നമ്മൾ റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. വീണ്ടും എന്തോ കണ്ടു, ഷോപ്പ് ചെയ്യാൻ പോകുന്നു. ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ഷോപ്പിൽ കയറി വീട്ടിലേക്ക് ഒരു 2-3 മാക്രമീസ് മേടിക്കണം. എനിക്ക് എത്ര മേടിച്ചാലും മതിയാവാത്ത ഒരു സാധനമാണിത്. പിന്നെ ആര്യൻകുട്ടനും ഞങ്ങൾ കുറച്ച് കോട്ട് സെറ്റ്സ് വാങ്ങിച്ചു. 350 റുപ്പീസേ ഉള്ളൂ കേട്ടോ പെയറിന്. നല്ല പ്രൈസ്. എന്തായാലും ഇന്നത്തെ ഷോപ്പിംഗ് കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു.
ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ നമ്മളൊന്ന് അഞ്ജുന ബീച്ചിലേക്ക് ഇറങ്ങി. ബ്ലാക്ക് റോക്സ് ഒക്കെ ഉള്ള ഒരു ബീച്ചാണ്. ഈ റോക്സിൽ കൂടെ നടന്ന് നമുക്ക് കുറേ ദൂരം മുന്നോട്ട് പോവാം. ഇവിടെ നിന്നിട്ട് ഈ സൺസെറ്റ് കാണുമ്പോൾ മൈൻഡ് ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആവുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ കടലിനും ഓരോ ഭാവമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ഫീൽ തോന്നുന്നുണ്ട് കേട്ടോ. വെരി പീസ്ഫുൾ ആൻഡ് കാമിങ് അറ്റ്മോസ്ഫിയർ. ഹലോ ഡിയേഴ്സ്, ഇന്ന് ഒക്ടോബർ 19, 2024. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. 1 year added to my beautiful journey of life. Here is to new adventures, deeper connections and endless moments of happiness. Happy birthday to me. Hey guys, good morning. It's a happy birthday. എങ്ങനെ കണ്ടോ? പറ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. സോ ഞങ്ങള് ലഞ്ചിന് പോകാൻ വേണ്ടി റെഡിയായി. ഇന്നലെ നൈറ്റ് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഈ ഒരു ബ്ലാക്ക് ടോപ്പാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ലഞ്ചിന് വേണ്ടിയിട്ട് ഇടുന്നത്. ഗോപുവിൻ്റെ ഔട്ട്ഫിറ്റ് ആണെങ്കിൽ ഈ ഒരു കോഡ് സെറ്റ് ആണ്. എന്തായാലും ശരിക്കും ഒരു ഗോവൻ വൈബ് ആയിട്ടുണ്ട് രണ്ടാളും. I get a little bit breathless. My thoughts are too big. Can I get some comfort, please? I guess I should have been on. ഇന്നിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് ലഞ്ചിന് പോകുന്ന സ്ഥലം എൻ്റെ വൈബിന് പറ്റിയ ഒരു സ്ഥലമായിരിക്കണം എന്ന് എനിക്ക് തോന്നി. അതായത് അധികം ശബ്ദവും ബഹളമൊന്നും ഇല്ലാണ്ട് നല്ല കാമിങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സ്ലോ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് നല്ല ബീച്ച് വ്യൂ ഒക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം. അങ്ങനെ നോക്കിയപ്പോൾ നമ്മളുടെ തൊട്ടടുത്തുള്ള സാസ് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ ഡിന്നറിന് വന്ന സ്ഥലം, അന്നത്തെ നൈറ്റ് ആംബിയൻസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടുത്തെ ഡേ ആംബിയൻസ് ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നല്ല ഒരു ലഞ്ച് കഴിച്ചിട്ട് ഒരു കുഞ്ഞു ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിലേക്ക്. കുറച്ച് നേരം കൂടെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈമുണ്ട്. ഒരു 5:30 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് എയർപോർട്ടിലേക്ക് പോകണം. ഇന്ന് സന്ധ്യയ്ക്കാണ് നമ്മളുടെ റിട്ടേൺ ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക്. സമയം ഈവനിങ് ആവുന്നത് കൊണ്ട് സണ്ണിൻ്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളർ ആവുന്നുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കിവിടെ നിന്നിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം. എന്താണെന്നറിയില്ല, 3 ദിവസം ഇവിടെ അടിച്ചു പൊളിച്ചിട്ടേ ഗോവ വിട്ടു പോകാനൊരു മടി. I get a little bit breathless. My thoughts are too big. Can I get some comfort, please? അങ്ങനെ നമ്മള് കുറച്ചു നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ വന്നു. ഇനി നമുക്ക് റൂമിലെത്തി ചെക്കൗട്ട്, അതാണ് അടുത്ത പരിപാടി. അപ്പൊ 3 days ആയിട്ടുള്ള നമ്മളുടെ ഗോവ ട്രിപ്പ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സൂപ്പർ 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 മെമ്മറബിൾ ട്രിപ്പാണ് നമുക്ക് എല്ലാവർക്കും. ആ വൈബ് ആരും കൂടെ ബീച്ചിനെ വിളിച്ചിട്ട് തിരിച്ച് കയറുന്നില്ല. അപ്പൊ എന്തായാലും ഇതൊരു ചെറിയൊരു ഗോവ വ്ളോഗായിരുന്നു വിത്ത് മൈ ബർത്ത്ഡേ സെലിബ്രേഷൻ. റിയലി തീർച്ചയായിട്ടും നല്ല ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ നമുക്ക് ശരി, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു. ബൈ. Let's make up a big bonfire on the beach with the stars as our lighters, and throw our problems in the